നടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം വന്നിട്ടുണ്ട് പൊന്നു പ്രേക്ഷകരെ. നിങ്ങൾ ഓരോരുത്തരും കാണണം. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അവളുടെ അവസ്ഥ പറയുകയാണ്. അതായത് 100 പവൻ സ്ത്രീധനവും 15 ലക്ഷം രൂപയും കൊടുത്തിട്ടാണ് വിവാഹം കഴിപ്പിച്ചത്. പൊന്നു പ്രേക്ഷകരെ നോക്കൂ, നിങ്ങൾ 100 പവനാണ്. 100 പവൻ മേടിച്ചിട്ട് ആ വൃത്തികെട്ട തെമ്മാടി ഇവളെ അങ്ങ്, അതായത് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, ഇവരുടെ കൺമുമ്പിൽ വേറൊരു സ്ത്രീയുമായി ബന്ധം, വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവരികയാണ്. നാണമുണ്ടോ? അതായത് അവനോടൊരു കാര്യം പറയാം, ഇന്ത്യ രാജ്യമാണ്, ഇവിടെ വിവാഹം കഴിക്കുന്ന എത്ര 4 വിവാഹം കഴിക്കുന്ന അനുമതിയുണ്ട്. എന്നാൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം, അല്ലെങ്കിൽ ആദ്യ ഭാര്യയെ നിയമപ്രകാരം ഒഴിവാക്കണം. ഇവൻ അങ്ങനെയൊന്നും ചെയ്യാതെയാണ് 100 പവൻ സ്വർണവും 15 ലക്ഷവും മുക്കിയത്. ഓക്കെ. ഈ ഒരു പൊന്നു യുവതി കരഞ്ഞുകൊണ്ട് പറയുന്നു. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഞാൻ ആദ്യം ഒരു ഇൻട്രോ വീഡിയോ വെച്ച് തരാം. ഇന്നത്തെ ഈ വീഡിയോയിൽ മൊത്തത്തിൽ എന്തൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് എന്ന് ചെറിയ ചെറിയ കഷ്ണമായിട്ട് നിങ്ങൾ അതാദ്യം കേൾക്കണം. അതിനു മുമ്പ് ഈ പൊന്നുമോളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് കണ്ടുവരാം. ഇവിടെ അനധികൃതമായിട്ട് ഇവര് കയറി കട്ടി നിങ്ങൾ കണ്ടത് ഈ വീഡിയോയിൽ മൊത്തത്തിൽ എന്തൊക്കെയുണ്ട്, ഒരു ഇൻട്രോ ആണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം എന്താണ് ആ പൊന്നു യുവതിയുടെ പ്രശ്നം. ചാവക്കാട് എടക്കഴിയൂരിൽ ഒരു യുവതി ഭർത്താവിൻ്റെ വീടിന് മുമ്പിൽ 10 ദിവസമായി സമരത്തിലാണ്. ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി, പോലീസ് കേസെടുത്തിട്ടില്ല, കോടതിയിൽ കേസ് നടത്തുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കയറ്റുന്നില്ല എന്നാണ് യുവതി പറയുന്നത്. ഡോക്ടർ ഐഷ മുഹമ്മദാണ് ഇപ്പം നമ്മളിപ്പോൾ ചേരുന്നത്. ഐഷ, എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഞാൻ ചാവക്കാട് താലൂക്കിൽ എടക്കഴിയൂർ മഹല്ല് നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി എന്നവരുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുകയും അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാഖോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെയും ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, ആ നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഒരു പെണ്ണ് ഇങ്ങനെ വന്ന് പറയുമ്പോൾ നാട്ടുകാർ നിങ്ങൾക്ക് പോയിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചൂടെ? 100 പവനാണ് കൊടുത്തത്, എന്താ വല്ലാത്ത കഷ്ടം തന്നെയാണ്. അവനെ ഇട്ട് പൊരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എന്നെ എനിക്കിപ്പം ഭർത്താവിൻ്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് പൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ സമരത്തിലാണ് ഇവിടെ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലേക്ക് ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്.
ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടിൽ മംഗലാപുരം ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ തന്നെ പൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിൻ്റെ സഹായത്തോടൊക്കെ കൂടെയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. നോക്കൂ നിങ്ങൾ, അതായത് സ്വത്ത് കുറവ്, 100 പവൻ കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്, പറയുകയാണ് സ്വർണം കുറഞ്ഞു എന്ന്. എടാ, ഇവരുടെ ഭർത്താവിനോട് ഒരു കാര്യം പറയാം. ഈ കാലത്ത് ഒരു 5 പവൻ കൊടുക്കാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. ഓക്കെ, ഒരു 10 പവനും 5 പവനും ഒക്കെ എടുക്കാൻ പറ്റാതെ വിവാഹം കഴിപ്പിച്ച് വിടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. നിനക്ക് 100 പവൻ കുറഞ്ഞല്ലേ? എത്ര കോടിക്കണക്കിന് സ്വത്തല്ലേ 100 പവൻ എന്ന് പറയുമ്പോൾ. അവന്റെ ഒരു അവസ്ഥ, ഈ പെണ്ണ് വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അതുപോലെ ടോർച്ചറിങ് ആണ്, അത്രപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവർ രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിൽ ലോക്ക്ഡൗണിൻ്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണം കുറവെന്ന് പറഞ്ഞ് എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചു വിട്ടത്? സാർ 100 പവൻ സ്വർണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013. അതെ, 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷനായിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതേപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും ഒക്കെ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മളെടുത്തു നിന്ന്. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ, മകളുടെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാണ്ട്, നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. മോളെ ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്ക് വേറെ കല്യാണം കഴിച്ചിട്ടിപ്പം ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആനക്കുഴിക്കര മാണിയമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപുറമ്പ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എന്താ അല്ലേ, അതായത് ഇവ പറയുന്നത് ഈ കൊടുത്ത 100 പവനും പോയി, പിന്നെ കുറെ പൈസ 15 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാം പോയി എന്നാണ്. നാണമുണ്ടോ ഇവനെ? വല്ലാത്ത കഷ്ടം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നിയമത്തിന്റെ പേര് കോടതിയിലാണ് കേസുള്ളത്, കോടതിയെ റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നു. എന്നാൽ കോടതിയിൽ നിന്ന് ഈ പൊന്നുമോൾക്ക് നീതി കിട്ടണമെങ്കിൽ കുറെ വർഷങ്ങളെടുക്കും. ആ നാട്ടുകാരോട് പറയാനുള്ളത്, ഈ 100 പവനില്ലേ അത് മേടിച്ചിട്ട് എന്തായാലും ഇപ്പൊ ഈ പൊന്നുമോൾക്ക് കൊടുക്കണം. അവൻ സുഖിക്കണ്ട, വൃത്തികെട്ടവൻ. ഒരു പെണ്ണിന്റെ കണ്ണിലൊപ്പിട്ട് അവൻ സുഖിക്കണ്ടെന്നേ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. അവിടെയുള്ള ഒരു മഹലാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. ഈ കല്യാണം നടത്തുമ്പോൾ ഈ മഹല്ല് കമ്മിറ്റി, അതായത് നിങ്ങളുടെ മഹല്ല്, അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിൻ്റെ മഹല്ലിൽ നിന്നൊരു ലെറ്റർ ഇല്ലാതെ മറ്റൊരു മഹല്ലിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? സാർ, എനിക്ക് അതിനൊരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മഹല് അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ലെറ്റർ എനിക്ക് എവിഡൻസ്, എനിക്ക് പ്രൂഫായി തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അതവിടുത്തെ ഒരു പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജാഫർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന്മേലാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലിപ്പോൾ നഷ്ടക്കാരി ഞാനും എൻ്റെ മകളായി മാറിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരു ബന്ധത്തിൽ നിൽക്കെ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റി. ഞാനും എൻ്റെ മകളും ഇതിനകത്ത് വിക്ടിംസായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, 10 ദിവസമായിട്ട് ഞാനിതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സമരത്തിലുമാണ്. ആരുമില്ല നമ്മളെ കേൾക്കാൻ. ഈ മഹലിൽ പോയാൽ പറയും അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. ആ മഹലിൽ പോയാൽ പറയും നമുക്ക് കല്യാണത്തിൻ്റെ മുന്നേ, അതായത് അവർ രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ ഈ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ ചെന്നിട്ട് പരാതി കൊടുക്കണമായിരുന്നു എന്നുള്ളത്. ഒരു കാര്യം പറയാം, എൻ്റെ പൊന്നു മഹല്ല് കമ്മിറ്റിക്കാരെ, 2 മഹല്ല് കമ്മിറ്റിക്കാരോടാണ്, ഭർത്താവിൻ്റെ മഹല്ല് കമ്മിറ്റിക്കാരോടും യുവതിയുടെ മഹല്ല് കമ്മിറ്റിക്കാരോടും ഒരു കാര്യം പറയുകയാണ്. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ്? നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ? ഞാൻ മഹല്ലിനെ ചെറുതാക്കുന്നതല്ല. ഒരു പെണ്ണിന് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു മഹല്ല് കമ്മിറ്റി ആ വൃത്തികെട്ടവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ മറ്റൊരു മഹല്ല് കമ്മിറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് തെറ്റാണ്. നിങ്ങളൊക്കെയാണ് ഇത് ആ മഹല്ലിന്റെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും പറയാനുള്ളത്. നിങ്ങളൊക്കെ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമാണിത്. വല്ലാത്ത കഷ്ടം തന്നെയാണോ? നട്ടലെന്ന് പറയുന്ന സാധനം ഇല്ലേ നിങ്ങൾക്കൊക്കെ? ബാക്കിയും കൂടി കേൾക്കാം. അപ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ജനിച്ചു വളർന്ന നാടും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ വേറൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം ഞാനും എൻ്റെ മകളും വഴിയാധാരമായിരിക്കുകയാണ്. എന്താണ് ആയിഷയല്ലാതെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നത്? അതെനിക്കറിയില്ല സാർ. ഇപ്പം ഞാൻ പറയുന്നതിനകത്ത് ഇത്രയും സത്യമുണ്ടായിരിക്കെ ഇതിനകത്തുള്ള ഈ ജേണി എൻ്റെ നാട്ടിലുള്ള പലർക്കും, നമ്മൾ ഒരേ നാട്ടുകാരായതുകൊണ്ട് പലർക്കും അറിയുന്ന ഒരു കാര്യം കൂടെയാണ്. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോകേണ്ടതെന്നുള്ളതിന് ഉത്തരം വരേണ്ടത് ഞാനല്ലല്ലോ, ഇവൻ്റെ സമൂഹമല്ലേ. അവരത്രയ്ക്ക് പണം ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അവർ സാമ്പത്തികമായി ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം. അതായിരിക്കാം. അതല്ലെങ്കിൽ മഹല്ലടക്കം ആരും എന്താ നമ്മളുടെ കൂടെ നിൽക്കാത്തെ?
അപ്പോൾ എനിക്ക് ഉത്തരം തരേണ്ടത് എൻ്റെ സമൂഹമാണ്. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ കൂടെ നിൽക്കണ്ടേ? എനിക്കറിയില്ല സാർ അതിനെങ്ങനെ ഉത്തരം പറയാമെന്നുള്ളത്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിനകത്ത്. ഓക്കെ, ഒരു കാര്യം പറയാം, പണമുണ്ടെങ്കിൽ എന്തും നടക്കുന്നാണോ? അതായത് ഇവരുടെ ഭർത്താവിന് പൂത്ത പൈസ ഉണ്ടെന്നാണ് കേട്ടത്. ഇവളാണെങ്കിലും ഈ സ്ത്രീ ആണെങ്കിലും നല്ല ഫാമിലിയിൽ നിന്നാണ്, ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം യുവതിക്ക് ഒന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ. എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വീണ്ടും ഒരു കാര്യം പറയാം. ഇവിടെ ആ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കുടുംബക്കാരുടെ ഭാഗത്തു നിന്നും മഹല്ല് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവരാരും ഇടപെടാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് സംസാരിക്കേണ്ട ഒരു ഗതി വരുന്നത്. അവർ ഇടപെട്ടിട്ടുണ്ടാവും, പക്ഷേ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അതായത് ഒരു ഭർത്താവിന്റെ കുടുംബക്കാരനായ ഒരാള് എന്തൊക്കെയോ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. ബാക്കിയും കൂടി കേൾക്കാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെ മാത്രം വിധിയല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ടിട്ട് പലരുടെയും കഥ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നമൊക്കെ അതിൽ കുറച്ചും കൂടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാനൊരു സ്ഥലമുണ്ട്, കണ്ടുപിടിക്കാനൊരു ഇപ്പോൾ ജോലിയുണ്ട്, കണ്ടുപിടിക്കാൻ ഇനിയൊരു ജോലിക്ക് സാധ്യതകളുണ്ട്. ഞാൻ പലരുടെയും കഥ കേട്ടു. 4 കുട്ടികളുള്ള, ജോലിയില്ലാത്ത, സ്വർണ്ണം മുഴുവൻ ഇതുപോലെ ഭർത്താവ് ഉപയോഗിച്ചിട്ടുള്ള കഷ്ടപ്പെടുന്ന കുറേ പിള്ളേരുടെ പെൺകുട്ടികളുടെ കഥ കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രം വിധിയല്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം ജീവിതവുമല്ല. അതിനെതിരെയുള്ളൊരു ഫൈറ്റാണ് തുടങ്ങിയത് വ്യക്തിപരമായിട്ടാണെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നു ഞാനൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ സാർ ഇതിന് വേണ്ടിയിട്ട്. ആവുമ്പോഴൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്യും. അതിലും കൂടിയുള്ളൊരു ഫൈറ്റാണിത്. പോലീസിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയില്ല സാർ. പോലീസിൻ്റെ സഹായം എനിക്കങ്ങനെ തോന്നുന്നില്ല. പല സമയങ്ങളിലും എനിക്ക് അനുകൂലമല്ലാത്ത പ്രതികൂലമായ രീതിയിൽ പല തവണയായി ഇപ്പോൾ ഞാൻ ചാവക്കാട് പോലീസിൽ നിന്നും പലതരത്തിലും അനുഭവങ്ങൾ എന്താ പറയുക ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയാം പൊന്നാര സാറുമാരെ, ഇങ്ങനെയുള്ളതിനാണ് കേസെടുക്കേണ്ടത്. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ടാവും. എന്നാൽ ഒരു കാര്യം പറയാം, ഈ പൊന്നുമോൾക്ക് നീതി കിട്ടണം. ആരോരുമില്ല, ഒരു പെൺകുഞ്ഞാണുള്ളത്. കേസെടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ എനിക്കറിയത്തില്ല, ബാക്കിയും കൂടി കേൾക്കാം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സഹായം എനിക്ക് ഇല്ല. ഇനിയിപ്പോൾ മേലധികാരികൾക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ നമുക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ സാർ. എന്തൊക്കെ ചെയ്യും? വീട്ടിൽ മകളുണ്ട്, സ്വന്തമായിട്ടുള്ള ഈ വക കാര്യങ്ങൾ നോക്കണം. ഈ കോടതികളിൽ, ഫാമിലി കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട്. ഈ കേസുകൾക്കെല്ലാം പോകണം. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. പരാതികൾ കൊടുക്കണം. മുന്നോട്ടേക്ക് തന്നെയാണ്, ശക്തമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോകാൻ തന്നെയാണ് എൻ്റെ പ്ലാന്. ഐഷയുടെ കുടുംബം ഒപ്പം തന്നെയുണ്ടോ? ഉണ്ട്, അവരൊപ്പം തന്നെയുണ്ട്. ഉണ്ട്. പൊതുസമൂഹത്തോട് എന്താ പറയുക? ഇതെൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത്. എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം സമൂഹത്തിനകത്ത് രണ്ടാം വിവാഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ മേലൊന്നുമല്ല ചെയ്യുന്നത്. ഓരോ മഹലുകളും തോന്നും പോലെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരു അച്ചടക്കം വരേണ്ട സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇങ്ങനത്തെ ഗ്രീവൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലത്തെ ഇപ്പോൾ എല്ലാ കല്യാണത്തിലെയും രണ്ടാം വിവാഹം പുരുഷന് സാധ്യമാകുമ്പം അതിലെ പെണ്ണിനെ കേൾക്കാൻ ഒരു ഇടയില്ലാതാവുന്നത് അതൊരു അരാജകത്വമാണ്. ഞാൻ പറയുന്ന അനീതി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കാണ്. ഓക്കെ, ഒരു കാര്യം പറയാം. ഞാൻ ഇങ്ങനെയുള്ള കുറേ കേസ് അന്വേഷിക്കുമ്പോൾ പൊന്നു പ്രേക്ഷകരെ, മഹല്ല് കമ്മിറ്റിക്കാരാണ് നമ്മളെ വിളിക്കുന്നത്. മഹല്ല് കമ്മിറ്റിക്കാരാണ് കൂടുതലായിട്ട് ഇടപെടുന്നത്. ഇവിടെ മഹല്ല് കമ്മിറ്റി ഇടപെടുന്നില്ല എന്നാണ് ഈ ഒരു കുട്ടിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം ഇവളുടെ ഭർത്താവിനോട് വീണ്ടും പറയാം, എടാ നിനക്ക് ഇന്ത്യ രാജ്യത്ത് ഇവിടെ 4ഓളം വിവാഹം കഴിക്കാം എന്നാണ് എൻ്റെ അറിവ്. പിന്നെ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത് കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഭാര്യയുടെ സമ്മതം വേണം, അല്ലെങ്കിൽ ഈ ഭാര്യയെ നീ നിയമപരമായിട്ട് ഒഴിവാക്കണം. അതുമല്ലെങ്കിൽ ഈ ഭാര്യക്കും കുട്ടിക്കും നീ ഇത്ര ചെലവിന് കൊടുക്കാമെന്നുള്ള ഉറപ്പ് നീ കൊടുക്കണം. ഇവിടെ നിന്റെ വീട്ടിലേക്ക് നീ പൊന്നുമോളെ കയറ്റുന്നില്ല. 100 പവന് മുക്കിയെന്ന് ഇവൾ പറയുന്നുണ്ട്. 15 ലക്ഷം വീണ്ടും നീ വാങ്ങിച്ചു മുക്കിയെന്ന് ഇവൾ പറയുന്നുണ്ട്. ഒരു പെൺകുഞ്ഞാണുള്ളത്. നാണമുണ്ടോടോ നിനക്ക്? ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ടോ നിനക്ക്? ബാക്കിയും കൂടി കേൾക്കാം. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു ഓർഡറൊക്കെ വരണം. പൊതുസമൂഹം ഇതിൽ ഉണർന്നാലല്ലേ ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുള്ളൂ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മുസ്ലിം രാജ്യത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ,
ഇസ്ലാമിക് ലോസ് ഫോളോ ചെയ്യുന്ന ആ നാടുകളിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പെണ്ണിന് പോകാൻ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ മഹലും കേൾക്കില്ല, അവരുടെ മഹലും കേൾക്കില്ല. കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമ സാഹചര്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നീതി കിട്ടാൻ എത്ര വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ഒരുമിച്ച് നിന്നിരുന്ന ഒരു ബന്ധത്തിനകത്ത് 2 വ്യക്തികൾക്ക് 2 നീതി, അതെങ്ങനെയാണ് സാർ ശരിയാവും? അദ്ദേഹം ജീവിതമായി മുന്നോട്ട് പോയി, ഞാൻ ഇനിയും വർഷങ്ങൾ കോടതിയിൽ കിടന്നിട്ട് നരകിച്ചാലാണ് എനിക്കൊരു നീതി കിട്ടുക. സമൂഹം അറ്റ്ലീസ്റ്റ് നമുക്കിടയിൽ നമ്മുടെ വിശ്വാസികൾക്കിടയിലും അതുപോലെ നമ്മുടെ സമൂഹത്തിനിടയിലും അടിയന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരണം. എനിക്ക് വേണ്ടിയിട്ടും മറ്റുള്ള പല പെൺകുട്ടികൾക്കും അതിലുണ്ടാകുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട്. ഇനി എന്താണ് ആവശ്യം? ഓക്കെ, നമ്മുടെ നിയമത്തെ ചോദ്യം ചെയ്യുന്നതല്ല, നമ്മുടെ കോടതിയെ ചോദ്യം ചെയ്യുന്നതല്ല. ബഹുമാനപ്പെട്ട കോടതിയോടൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള കേസ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതായത് ഇപ്പോൾ നമ്മൾ പീഡന കേസ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് കേസ്, അതിനൊക്കെ നമ്മൾ വേദനിപ്പിക്കണം. 4-5 വർഷം കഴിഞ്ഞിട്ട് വിധി പറഞ്ഞാലും പ്രശ്നമല്ല. ഇങ്ങനെയുള്ള പൊന്നുമക്കൾക്ക് പെട്ടെന്ന് തന്നെ നീതി നടപ്പിലാക്കണം. അങ്ങനെയുള്ള ഒരു നിയമം കൊണ്ടുവരണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതായത് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ. ഇതിപ്പോൾ ഈ കുട്ടി പറഞ്ഞത് ശരിയാണ്, കുറേ വർഷം കഴിയണം ഈ കുട്ടിക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും കോടതിയെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്, നിയമത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എത്ര വർഷം എടുത്തിട്ടാണെങ്കിലും ഈ കുട്ടിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 100 പവന് എന്തായാലും, അതായത് കുട്ടിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന്, കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള നല്ലൊരു വിധി കോടതി കൊടുക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടിയോട് പറയാനുള്ളത്, നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോവുക. അതായത് എത്ര കഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നവുമില്ല. ഇത് ഈ കുട്ടിയുടെ മാത്രമല്ല, ഈ കുട്ടിക്ക് നീതി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് മൊത്തത്തിൽ നീതി കിട്ടിയതുപോലെയാവും. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. എൻ്റെ സ്വർണം, എൻ്റെ കുറേ സ്വർണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു 100 പവൻ സ്വർണ്ണമുണ്ട്, 15 ലക്ഷം രൂപയുണ്ട്. അത് തിരികെ കിട്ടണം. ഇപ്പോൾ സംസാരിച്ച് വന്ന സമയത്ത് ശരിക്കും നഷ്ടപരിഹാരം അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നഷ്ടപരിഹാരം ചോദിക്കാനൊന്നും നമുക്ക് സാഹചര്യം ഇല്ലാണ്ടായിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾ തന്നെ തിരിച്ചു തരുന്നില്ല. പിന്നെ എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം. മോൾക്കിപ്പോൾ 10 വയസ്സായി. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞാൻ ഒറ്റയ്ക്ക് ആ കുട്ടീനെ വളർത്തുന്നത്. മകളുടെ കാര്യത്തിലൊരു തീരുമാനം വരണം. മകൾക്ക് വേണ്ടിയിട്ടും അയാൾ ഒന്നും ചെയ്യുന്നില്ല? ഇല്ല സാർ, ഒന്നും ചെയ്യുന്നില്ല. ഈ കസ്റ്റഡി സമയത്തിൽ കൊണ്ടുപോയിട്ട് കാണിക്കുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രഹസനം അല്ലാതെ എൻ്റെ മോൾക്കൊരു 50 രൂപ പോലും അദ്ദേഹം ചിലവിന് തരുന്നില്ല. ഡോക്ടർ അലി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് ജോലി ചെയ്യുന്നത്? അദ്ദേഹം ഒരു MD പാത്തോളജിസ്റ്റാണ്. മുന്നേ ജോലി ചെയ്തിരുന്നത് KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. ഒരു 6-7 മാസക്കാലമായിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് ഒരു തവണയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്, ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. കോടതികളിലൊന്നും വരാറില്ല. സാർ, അബ്യൂസസ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതിൽ ഫിസിക്കലി ഉണ്ട്, ഇമോഷണലി കുറക്കാലം, ഇപ്പോഴും ഫൈനാൻഷ്യലി, സോഷ്യലി. ഇപ്പോൾ നോക്കൂ, എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഞാനിപ്പോൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് സംസാരിക്കുന്ന രീതിക്ക് എത്തുന്ന സമയത്ത് സാറിനെ തന്നെ അറിയില്ല അതിൻ്റെ ഉത്തരങ്ങൾ. മടുത്തിരിക്കുന്നു. പക്ഷെ നമുക്ക് തളരാൻ പറ്റില്ലല്ലോ, പൊരുതിയനല്ലേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി വേദനയാണ് തോന്നുന്നത്. ഓക്കെ, എത്രയോ പെൺകുട്ടികളുണ്ട്. ഒരു കാര്യം പറയാം, ആണുങ്ങളെ നിങ്ങളോടാണ്, നിങ്ങൾക്ക് ഒരു പെണ്ണിനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാടാ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്? ഇവിടെ നോക്കൂ പൊന്നു പ്രേക്ഷകരെ, ഞാൻ ചർച്ച ചെയ്യുന്ന എല്ലാ ഫാമിലി കേസിലും അവിടെ അത് സമ്പത്താണ് ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ അത് ഞാൻ കാണുന്നില്ല. നോക്കൂ നിങ്ങൾ, 15 ലക്ഷം ഭർത്താവിന്റെ കയ്യിലുണ്ട്, 100 പവൻ ഭർത്താവിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും ആ വൃത്തികെട്ടവൻ ഇവളെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ആണുങ്ങളെ, നിങ്ങൾക്കൊരു പെണ്ണിനെ മാന്യമായിട്ട് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം കഴിച്ചാൽ മതി. വിവാഹം കഴിച്ചതിന് ശേഷം ആ പെണ്ണിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാം. അതിനിവിടെ സംവിധാനമില്ലേ? ഇങ്ങനെ എന്തിനാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ കൊല ചെയ്യുന്നത്? വളരെ കഷ്ടം തന്നെയാണ്. ബാക്കിയും കൂടി കേൾക്കാം. എന്തെങ്കിലും ലോജിക്കുള്ള കാര്യം സംസാരിക്കുക. ആ ഓർഡറിൽ എവിടെ കയറാൻ പാടില്ല ഒന്ന് കാണിച്ചു തരണം. എവിടെ? ഇതുകൊണ്ടാണ് ഞാൻ കോട്ടി പോണത്. എവിടെ? ഒന്ന് സൂം ചെയ്തു ഒന്ന് ഓർക്കൊന്ന് വായിച്ചോ. ഈ ഓർഡർ ഒന്ന് വായിച്ചോ. ഇതിലെവിടെയാണ് കയറാൻ പാടില്ല? ഓർഡർ വായിക്ക്. എന്താ വായിക്കുന്നത്? ദിസ് ഈസ് ആപ്ലിക്കേഷൻ പ്രൊട്ടക്ഷൻ വുമൻ ഫ്രം ഡൊമസ്റ്റിക് ആക്ട്.
Here pursued, I am satisfied. Prime then facing and domestic violence has occurred. When delay in waiting for completion for notice, response may be judicial. Hence, and Indian order in passage follows. Respondents are restrained from committing domestic violence upon the petitioner any from. Respondent are restrained from cursing nices to peaceful living. ഇത് വേണ്ട ഞാൻ അതില് വയലൻസ് മാത്രം എന്താണ് വയലൻസ് അല്ലല്ല ആക്രമിച്ചില്ല കോടതി പറഞ്ഞില്ലേ അല്ല അങ്ങനെ പൂട്ടി പോ ഇനി നിങ്ങൾ തന്നെ പറയും. എൻ്റെ അടുത്ത വീട്ടിൽ കയറി താമസിച്ചോളാനും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മജിസ്ട്രേറ്റും അത് തന്നെയാണ് സംസാരിച്ചത്. ഇവരുടെ അടുത്ത് ചോദിച്ചിരുന്നു അങ്ങനെ താമസിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ച സമയത്ത് ഇവരെന്താ പറയുന്നത് വെച്ചാൽ അവർക്ക് സമ്മതമല്ല എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട കിളവനോട് ഒരു കാര്യം പറയാം. നിയമപരമായിട്ട് ഡിവോഴ്സ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ കേട്ടത്. നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യാത്ത അത്രയും കാലം നിങ്ങളെ വീട്ടിൽ, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ ആ പെണ്ണിന് കയറി താമസിക്കുന്ന അധികാരമുണ്ട് എന്നാണ് ഞാൻ പഠിച്ച പാഠത്തിൽ നിന്ന്, അതായത് ഞാൻ പഠിച്ച നിയമത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഡിവോഴ്സ് ആയിട്ടില്ല, പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളെ വീട്ടിലേക്ക് കയറ്റാത്തത്? വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ഒരു അനിമൽ കോമ്പൻസേഷൻ സംസാരിച്ചിട്ട് 6 വർഷത്തേക്ക് അറിയിക്കണം. ഇതൊക്കെ ഞങ്ങൾ ചെയ്യാൻ ഇപ്പൊ ഇവിടെ തുല്യത പെണ്ണ് കാണുന്നില്ല, നിയമം എല്ലാവർക്കും തുല്യതാണ്. അല്ല, ഇതിൽ എനിക്ക് തളരാൻ പറ്റില്ല. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനെ നിന്ന് അപമാനിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതാണെന്നാണല്ലോ ഇത് പറയുന്നത്, കല്യാണം കഴിച്ചല്ലെന്ന്. ഞങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം. ഇവിടെ നിക്കാഹിന് ഒരു 250-300 ആൾക്കാർ, കല്യാണത്തിന് ഇതേപോലെ തന്നെ 100 പവൻ കൊടുത്ത് പ്രോപ്പറായിട്ട് ഫങ്ഷൻസൊക്കെ ആക്കിയിട്ട് കല്യാണം നടന്നിട്ടുള്ളതാണ്. ഈ നാട്ടിലുള്ള എല്ലാ പൗരപ്രമുഖന്മാരും ആ കല്യാണത്തിലുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ കുട്ടി നല്ല രീതിക്ക് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ എല്ലാവരും കുടുംബക്കാരും മൊത്തത്തിൽ ആ ഒരു എക്സാമ്പിളും കൂടി പറയാം, നിക്കാഹ് കഴിപ്പിച്ച ആ ഉസ്താദിനടക്കം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ആ ഒരു കിളവൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ, ഈ വീട്ടിലേക്ക് കയറരുത്. അയാൾക്ക് അങ്ങനെ പറയാനുള്ള എന്ത് അധികാരമാണുള്ളത്? ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിയമപരമായിട്ട് കല്യാണം കഴിച്ചതാണ്, 300 പേര് വന്നതാണ്, 100 പവൻ കൊടുത്തതാണ്, 15 ലക്ഷം കൊടുത്തതാണ്. വല്ലാത്ത ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ യുവമാർക്ക് എന്തൊക്കെയോ കഥ പറയാനുണ്ടാവും, ചിലപ്പോൾ അവിഹിത കഥ ഉണ്ടാവും, എന്തൊക്കെയോ പറയാനുണ്ടാവും. ഭർത്താവിന് ഇവള് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയാനുണ്ടാവും. ഇഷ്ടംപോ ഭർത്താവിന്റെ ഭാഗം ഞാൻ എന്തായാലും കേൾക്കാം, ഞാൻ ആർക്കെങ്കിലും വിളിച്ചിട്ട് കേൾക്കാം. അവൻ്റെതായിട്ടുള്ള ഭാഗം പറയാനുണ്ടാവും. എന്തിരുന്നാലും ഒരു കാര്യം പറയാം, നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യാതെ ഒരു പെണ്ണിനെ ഇങ്ങനെ കൊല എന്തിനു ചെയ്യുന്നു? നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യാതെ എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് ഭർത്താവിന് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഓക്കെ, ഏറ്റവും അവസാനത്തെ ഒരു ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ഇപ്പം അതിനകത്ത് എന്താ പറയുക, വലിഞ്ഞേറി വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വലിഞ്ഞേറി വരേണ്ട ഒരു പ്രശ്നമുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഈ പറയുന്നതൊക്കെ എന്താണ്? ഇവർ പറയുന്നത് ഈ ഞാനല്ല പറയുന്നത്, കോടതി നടക്കുന്ന കേസാണ്. അത് ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷം സംസാരിക്കാറില്ല. ഞങ്ങൾ ഈ വീട് തടസ്സപ്പെടുത്തിയതിന് മാത്രമേ പറയാനുള്ളത്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും പറയില്ല. ഇതൊക്കെ ബാറ്റിയൊക്കെ കോടതിയിലാണ് സംസാരിക്കുന്നത്. കോടതി നടക്കും എന്നാണ് സംശയങ്ങൾ. അതിൻ്റെ ചെക്കൻ്റെ ഭർത്താവ് എന്ന ആൾ ഇവിടെ ഇല്ല, അതിൻ്റെ കുടുംബത്തിൻ്റെ പക്ഷങ്ങൾ ആരും ഇവിടെ ഇല്ല. ഇവിടെ വീട്ടിൽ വന്നിട്ട് ശല്യപ്പെടുത്തുക, ഞങ്ങളെ ശല്യപ്പെടുത്തുക, ഞങ്ങൾ ഇതിൻ്റെ കളാപ്പി ഞങ്ങൾ വീട്ടിൽ ശല്യപ്പെടുത്തുക, ഈ ഗേറ്റ് അടക്കുക, വന്നിടുക. ഇത് വന്നിട്ട് ഒരാഴ്ച കൂടുതലായി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു അല്ല. അപ്പോൾ നിങ്ങൾ സത്യങ്ങൾ നിങ്ങൾക്ക് ന്യൂസ്മാർ അങ്ങ് കുറച്ച് നിങ്ങൾ വിളിച്ച് വരുത്തിയ എക്സ്പെൻസ് ഒന്ന് വിളിച്ച് വരുത്തതും. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഞങ്ങളെ വിഷയം എന്താ, ഞങ്ങൾക്ക് ഇതിൻ്റെ വിഷയം ഇടപാടില്ല. ഇതൊക്കെ കോടതിയാണ്, നമ്മൾ ചിന്തിക്കണില്ല. അതൊക്കെ അവർ കോടതിയാണ്, അതൊക്കെ അവർക്ക് അറിയാം, എല്ലാ വിഷയം അറിയാം.
കോടതിയുടെ കാര്യമല്ല ഞാൻ പോലീസിനെ പറഞ്ഞത്. കുറിച്ച് നമുക്ക് പറയാനില്ല, അത് അവർ നിയമ നടപടികൾ അവർ സ്വീകരിക്കും. താങ്കളുടെ ചേട്ടന്റെ മകനാണ്, അദ്ദേഹം ഒന്നും ഇങ്ങനെ പറയാൻ ചെയ്ത് പറ്റില്ല. അവർക്ക് അതെല്ലാം ശരി, അതെ ശരിയല്ല എന്നല്ല ശരി കോടതി അത് ശരിയല്ലാണ്ടാണ് ഈ കുടുംബം അംഗീകരിക്കാതെയും പറ്റാണ് അവർ കല്യാണം കഴിച്ചത്. അത് ആ ശരി അവർ ചോദിക്കുക, അതല്ല കോടതി ചോദ്യം ചെയ്യണം. എല്ലാവരുടെയും കാണുകയല്ലേ കല്യാണം കഴിച്ചത്? എല്ലാ കാര്യത്തിനും കോടതിയാണ്. അല്ലല്ല ആരും സപ്പോർട്ടല്ല ഇവിടുന്ന്, ഈ കുടുംബം സപ്പോർട്ടല്ല, നല്ല സപ്പോർട്ട് നടന്നില്ലാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവരെന്താ തമ്മിൽ തെറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് പറയുന്നത്. അതിന് നമ്മൾ നിവർത്തിയില്ല. അപ്പോൾ ഒരു എന്ത് വശത്ത് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പിന്നെ ഒരു പെണ്ണിനെ വെച്ചാൽ പെണ്ണിൻ്റെ ഭാഗത്താണ് റേറ്റത്തിലുള്ള ധാരണ. അപ്പോൾ പെണ്ണ് ഒരു വിചാര കുറ്റം അറിയിച്ചാൽ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു സാമ്പത്തിക അറിയിച്ചാൽ ഒക്കെ സപ്പോർട്ട് അവർക്ക് ജനങ്ങൾക്ക് എടുപ്പൊക്കെ ഉണ്ടല്ലോ, ജനങ്ങൾക്ക് മുന്നിലൊക്കെ സപ്പോർട്ട് ചെയ്ത് ദിവസങ്ങളോളം ഇപ്പോൾ നടക്കണം. ഞങ്ങൾക്ക് മറുപടി കണ്ടില്ല. ഇത് കൂട്ടിയിട്ട് ഇത് കോട്ടയം വന്നപ്പോൾ ഞങ്ങൾ നിർത്തിയത് ഞങ്ങൾ കോട്ടയം ഈ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഞങ്ങൾ അന്വേഷിക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും അലിയുടെ കുടുംബം പറയുന്നത് ഈ ഗേറ്റ് പൂട്ടുന്നതിനെ ചൊല്ലിയാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായെന്നാണ്, അല്ലാതെ അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാതെ കോടതിയിൽ നടക്കുന്ന കേസാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും ഐഷ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. തൻ്റെ ഓക്കെ, അതായത് ഇവിടെ ഈ ഒരു കേസ് ഇതുവരെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മൊത്തത്തിൽ ഭർത്താവിൻ്റെ ഡോക്ടറായിട്ടുള്ള ഭർത്താവിൻ്റെ കുടുംബക്കാരും ഭർത്താവുമാണ് ഇതിലെ പ്രതി, ഇതിലെ കുറ്റക്കാര്. ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ കുടുംബക്കാർക്ക് എന്തൊക്കെയോ പറയാനുണ്ടാവും. അത് എന്തായാലും വീണ്ടും വീണ്ടും പറയുന്നു, എത്ര വലിയ തെറ്റ് ഈ ഒരു പെൺകുട്ടി ചെയ്തിട്ടുണ്ടെങ്കിലും പൊന്നു പ്രേക്ഷകരെ, എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് ഭർത്താവിന് പറയാനുള്ള അവകാശമില്ല. ഡിവോഴ്സ് ആയിട്ടില്ല, ചെലവിന് കൊടുക്കണം, അല്ലെങ്കിൽ അവന് നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.